വാക്കിലും രൂപത്തിലും കർമ്മത്തിലും ലാളിത്യത്തിന്റെ തുമ്പക്കിരീടമണിഞ്ഞാണ് ഒരു ജനതയുടെ സ്വന്തം ദൈവമായി മുത്തപ്പൻ എവിടെയും തലയുയർത്തി നിൽക്കുന്നത്. മുത്തപ്പനെ പോലെ വടക്കൻ മനസ്സിൽ അടിയുറച്ച സമത്വചിന്തയുടെ മറ്റൊരു വിശ്വാസ സങ്കല്പവുമില്ല. കമ്മ്യൂണിസം പോലെ രൂഢമൂലമാണത്. മുത്തപ്പന്റെ ചരിത്ര പ്രാധാന്യത്തെക്കുറിച്ചും ആ പുരാവർത്തത്തിലെ പുരോഗമന ഉള്ളടക്കത്തെക്കുറിച്ചും കേരളത്തിലെ പുരോഗമന ചിന്താഗതിക്കാർക്ക് വലിയ അജ്ഞതയുണ്ടായിട്ടുണ്ട്. അടിമകളായ കൃഷിക്കാർ കേരളത്തിൽ ആദ്യമായി തങ്ങളുടെ അവകാശബോധത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയത് മുത്തപ്പൻ നൽകിയ ആത്മവീര്യം കൊണ്ടാണ്. അതിനും നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ തോലും വിറകും സമരവും നെല്ലെടുപ്പ് സമരവുമെല്ലാം ചരിത്ര സമരങ്ങളായത്. മുത്തപ്പൻ എന്ന ജാതിവിരുദ്ധ മിത്തിന്റെ സാംസ്കാരിക ശക്തി ഇവിടെ ജന്മിത്വത്തിന്റെ കഥ കഴിക്കാനുള്ള ഒരു പ്രധാന പ്രചോദനമായിരുന്നു. അതുകൊണ്ട് മുത്തപ്പനെ വിശ്വാസികളുടെ മാത്രം സ്വത്തായി വിട്ടുകൊടുക്കാനാവില്ല. വടക്കൻ കേരളത്തിന്റെ രാഷ്ട്രീയമായ ചുവപ്പ് രക്തസാക്ഷി കുടീരങ്ങളിലേതുപോലെ മുത്തപ്പൻ ഉൾപ്പെടെയുള്ള തെയ്യത്തറകളിലെയും ചുവപ്പാണ്. മൂകാംബിക ദേവിയെയും എനിക്ക് കമ്മ്യൂണിസമായി തന്നെ കാണാനാവുമെന്ന് മുമ്പ് കമ്മ്യൂണിസ്റ്റ് എഴുത്തുകാരനായ ചെറുകാട് പറഞ്ഞതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് മുത്തപ്പനെയും തിരുവപ്പനെയും അങ്ങനെ പറയാനാവും. ജാതി ജന്മിത്വം കരാള നൃത്തമാടിയ കാലത്ത് തെയ്യംകെട്ടുകളെല്ലാം ജന്മിത്വത്തെ ന്യായീകരിക്കാനുള്ള ഉപാധികളായിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ തെയ്യങ്ങളെയല്ല, തെയ്യങ്ങളെ ഉപയോഗിച്ചുള്ള ആ അന്ധവിശ്വാസത്തെയും ചൂഷണത്തെയുമാണ് എതിർത്തതെന്ന് പറയാറുണ്ട്. വാസ്തവമാണത്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലേറി ജന്മിത്വം തകർന്നതിന് ശേഷവും ആ ചിന്താഗതി മുറുകെ പിടിക്കുന്നതിലാണ് പ്രശ്നം. അതുകൊണ്ട് കാര്യമൊന്നും ഉണ്ടായില്ല. ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊപ്പം നടക്കേണ്ട സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊപ്പവും, തെയ്യങ്ങൾക്കൊപ്പം നടക്കേണ്ട സമയത്ത് തെയ്യങ്ങൾക്കൊപ്പവും നടന്നു. അത്ര ലളിതമാണത്.